ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പ എന്റെ മുറിയിൽ ഫോട്ടോ ഒട്ടിക്കോ സത്യാമ്മേ? മോളുടെ മുറിയിൽ ഒട്ടിക്കാൻ നിന്റെ ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ട് വരാൻ പറ നിന്റെ അച്ഛനോട്. ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ വീട്ടില് ഞാനും രോഹിത്തും പപ്പിമോളും ഒരു അധിക പെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇറങ്ങിപ്പോന്ന് പറയുന്നതിന് മുൻപ് എന്തെങ്കിലും വഴികൾ നോക്കിയോ കൊള്ളാം. രോഹിത്, അല്ല ശ്യാമേ. ആ ദാ വിളിക്കുന്നു, ചെല്ല് ചെല്ല്. രോഹിതേ വരുന്നു. ആ അല്ല അച്ഛൻ എന്താ വേണ്ടേ? ഇച്ചിരി പായസം എടുത്തോടാ. ഓ മോളെ, നീ എന്താടി എല്ലാരെയും മാറി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഞാനൊന്നും ഒറ്റയ്ക്കാണല്ലോ. എടീ മോളെ, എല്ലാരും കൂടി ഇനി ഈ വീട്ടിൽ ഒന്നിച്ച് കഴിയേണ്ടതല്ലേ? കൂട്ടുകുടുംബാകുമ്പോ അറിയാലോ, എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ എങ്ങനെ നോക്കിയാലും ഉണ്ടാവും. വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാ അത് ഇരുചെവി അറിയാതെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അമ്മയുടെ പറച്ചിലിൽ തന്നെയുണ്ട് ചില സൂചനകള്. ഞാനും രോഹിത്തും ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുവാണല്ലോ. മനസ്സിലായമ്മേ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടി, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ എതിര് കാണുന്നേ? നീ കണ്ടില്ലേ, സത്യാമ്മ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറ്റം ഗുണം ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന നിങ്ങൾ മരുമക്കൾക്ക് തന്നെയാ. സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ജീവിതം കിട്ടാൻ നമ്മൾ പെണ്ണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം. അതിപ്പോ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് അമ്മയുടെ ദുരിതങ്ങൾ മോൾക്ക് കേട്ടറിവേ ഉള്ളൂ. പക്ഷെ എന്റെ മറ്റു രണ്ട് മക്കളും അത് കണ്ടനുഭവിച്ചതാ. നോക്ക്, ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോവാൻ നോക്ക്. അമ്മയ്ക്ക് പറഞ്ഞു തരാനേ പറ്റൂ. പ്രവർത്തിക്കേണ്ടതും അതിന്റെ ഗുണം അനുഭവിക്കേണ്ടതും ഒക്കെ നിങ്ങൾ തന്നെയാ. ശാരദാമ്മേ, ആ, നിങ്ങളെന്താ ഇവിടെ വന്ന് നിൽക്കുകയാണോ? വിഷ്ണുവിന്റെ ശാലിനിയുടെ മുറിയൊക്കെ കാണണ്ടേ? വരാം. നീ വാടി. ഞാൻ വരുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞ ശരിയാവില്ല. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. അമ്മേ, ഞാൻ വരുന്നില്ല. വരാൻ ഇങ്ങോട്ട്. വരൂ, വാ. ഇതാ ശാലിനിക്കും വിഷ്ണുവിനും സത്യയ്ക്കും ഒരുക്കിയ മുറി. ശാരദാമ്മേ, ഇതേ ശാലിനിയുടെ ഫയലുകളും മറ്റു സൂക്ഷിക്കാനുള്ള അലമാരയാ. തുണിയൊക്കെ വെക്കാൻ വേറെയുണ്ട്. ഇത് ഓഫീസിൽ നിന്ന് വന്നാലും അവക്ക് എഴുതാൻ എന്തെങ്കിലും കാണുമല്ലോ, അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നതാ ഇത്. എന്തെങ്കിലും ആവശ്യം വന്നാ പേപ്പറൊക്കെ വെക്കാൻ ഞാൻ ഫയലും മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കളക്ടറേറ്റ് ഇങ്ങോട്ട് മാറ്റിയാ മതിയായിരുന്നല്ലോ. എന്താ ശ്യാമേ, എന്തേലും പറഞ്ഞോ? അല്ല, എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. ഹായ്, എന്റെ ഫോട്ടോ. അപ്പ എന്റെ മുറിയിൽ ഫോട്ടോ ഒട്ടിക്കോ സത്യാമ്മേ? മോളുടെ മുറിയിൽ ഒട്ടിക്കാൻ നിന്റെ ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ട് വരാൻ പറ നിന്റെ അച്ഛനോട്. ശാരദാമ്മേ,
ദോ അതെ, സത്യക്ക് പഠിക്കാനുള്ള ടേബിളാ. ആഹാ. ഹായ്. അതില് സത്യയുടെ മാത്രം ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. എഴുതാനുള്ള പേന, പെൻസില്, കളർ ബോക്സ് എല്ലാം ആ മേശപ്പുറത്തുണ്ട്. പപ്പി, ഇനി നമുക്കിനി അവിടെ ഇരുന്ന് പഠിക്കാവേ. ആ അത് മതി. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചാ മതി. അപ്പൊ പിന്നെ രണ്ടുപേർക്കും കൂടി ഇതൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. പപ്പി വന്നേ നമുക്ക് നോക്കാം. അതെ, താഴേക്ക് എല്ലാരും ഒന്ന് വരണം. ഒരു കുടുംബ ഫോട്ടോ എടുക്കാനാ. എങ്കി വാ. ആ. പൊന്നി വാ. വാ ശ്യാമേ. ഞാനില്ല, അമ്മ പോയിക്കോ. ആ, വരൂ ശാരദാമ്മേ. ആ ആ ആ. മോളെ, നീ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം കണ്ട് മാറി നിന്നിട്ട് കാര്യമില്ല. എടി, വിഷ്ണുവിനോട് കാണിക്കുന്ന സത്യാമ്മയുടെ ഇഷ്ടമാണ് അവരിപ്പോ ശാലിനിയോടും മോളോടും കാണിക്കുന്നത്. അതവര് കാണിക്കട്ടെ. ഒന്നുമില്ലേലും നിന്റെ കുഞ്ഞേച്ചി മോളും അല്ലേ. നീ വാ, ഫോട്ടോയ്ക്ക് നിന്നില്ലെങ്കിൽ കൂടുതൽ സംശയം ഉണ്ടാവും. അമ്മ ഞാൻ വരുന്നില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അമ്മ ഞാൻ വരുന്നില്ലെന്ന്. വരാനാ പറഞ്ഞത്. വരാൻ ഇങ്ങോട്ട്. അല്ല, ഇനി ആൾക്കാർ വരണ്ടല്ലോ. അത് ശരിയാണല്ലോ. ആ, ഒരു ഫോട്ടോ എടുക്കാം. വാ ശാരദാമ്മ, ഇവിടെ വന്നിരിക്കേ. അയ്യോ, ഞാനിവിടെ നിന്നോളാം. വന്നിരിക്കെ. വിഷ്ണു ഇരിക്കട്ടെ. അയ്യോ, ഞാനിവിടെ വന്നോളാം. എനിക്ക് അത്ര വയസ്സായിട്ടൊന്നും. കൊള്ളാം. എന്നാ പിന്നെ ശ്യാമ ഇരിക്കും. അമ്മ ഞാൻ മോളെ ശ്യാമേ, ഇനി വാ. അല്ല അച്ഛാ. അങ്ങോട്ട് ഇരിക്കടി. ഇരിക്കേ. അയ്യോ, എടുക്കല്ലേ. അല്ല, പിള്ളേരെവിടെ? സത്യേ, പപ്പേ. ദേ വരുന്നു. ഓടി വായോ. അയ്യോ എടുക്കല്ലേ, ഞങ്ങളിവിടെ ഉണ്ട്. ഓടിച്ചില്ല. ആ, മോളെ, മോൾ ഇവിടെ ഇരിക്കേ. അങ്ങോട്ടിരിക്കേ. ക്യാമറയ്ക്ക് നോക്കണം. സത്യമോളിങ് വാ. ആ, ഇനി എടുത്തോ. ആ, എല്ലാരും ഇങ്ങോട്ടേക്ക് നോക്കി.